ഹലോ ഗായ്സ്, നമ്മളുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോമ്പ് തുറ കാണാൻ വേണ്ടി പോവുകയാണ്. നോമ്പ് കാണാൻ പോവാന്ന് പറയും. അപ്പോൾ ഞാനും അത്തായും കൂടെ പോവുകയാണതേ. അത്ത വണ്ടിയും കൊണ്ട് വരും. ഞാനിപ്പോൾ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് പോകണം അത്താടെ വീട്ടിൽ അപ്പച്ചിമാരെയൊക്കെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ പോരെ. അത്തതേ വണ്ടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്താടെ സ്കൂട്ടറിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മൾ രണ്ടുപേരുടെ പതിയെ വണ്ടിയും കൊണ്ട് പോവുകയാണ്. നമ്മുടെ വീടിനടുത്താണ് കുഞ്ഞപ്പിൻ്റെ സ്കൂള്, ഷെംഫോർഡ് എന്ന സ്കൂളിൻ്റെ പേര്. നേരെ നമ്മൾ അതിലേക്കൂടെ തന്നെയാണ് പോകുന്നത്. അവനവിടെ കാണാൻ പോലും ഇല്ല. അപ്പം നമ്മൾ നേരെ റോഡിൽ കയറി. നമ്മുടെ KP റോഡ്, കായംകുളം പുനലൂർ റോഡാണ്. അങ്ങനെ നമ്മൾ നേരെ റോഡിൽ കയറി. ഇനിയിപ്പോൾ സാധനം മേടിക്കാൻ വേണ്ടി നിൽക്കുവാണ്. പിന്നെ ഇത് ഉള്ളിൽ മഞ്ഞുള്ളതാണ്. ഇത് 40. ഇത് 3 കിലോ 100. അതോ പക്ഷേ ഇത് 4 കിലോ 100. പക്ഷേ ഇതും അതും എല്ലാം ഒരേ ഐറ്റം തന്നെ. അവൻ പിന്നെ ഇത് നമ്മൾ മേടിക്കുള്ള കുറച്ചുകൂടെ കട്ടി ഉണ്ടാവും. വിളവുണ്ടോ? വലുതോ? വിളഞ്ഞത് എല്ലാം വിളഞ്ഞ ഇല്ല. നമ്മൾ അത് വേണ്ട. ഇത് വേണ്ട. മോളി ഇരിക്കുന്നിട്ട് ഇതാ റിട്ടേൺ എടുക്കും. 3 കിലോയ്ക്ക് കൊടുക്കുന്നുണ്ടോ? അവിടെ നമ്മൾ ഫ്രൂട്ട്സ് മേടിച്ച് ഇവിടെ വന്ന് നമ്മൾ ബനാനയും പഴമൊക്കെ മേടിക്കാനുണ്ട്. അതും മേടിച്ച് നേരെ നമ്മൾ വണ്ടി കൊണ്ട് വെച്ചിട്ട് നമ്മളിനി ചാരുമൂടാണിത്. നമ്മുടെ വീട് ചാരുമൂടിലാണുള്ളത്. സാധനമൊക്കെ മേടിച്ച് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾ അത്തയുടെ വീട്ടിൽ അങ്ങനെ എപ്പോഴും പോകാറില്ല. വല്ലപ്പോഴൊക്കെ ഇപ്പം നൊയമ്പൊക്കെ ആകുമ്പോൾ പോകും. പൊതുവെ നൊയമ്പ് കാണാൻ വേണ്ടി എല്ലാ വർഷത്തെ പോകുന്നതാണ്. പെങ്ങന്മാരുണ്ട്, അപ്പോൾ അവരെ കാണാൻ വേണ്ടി പോകും. അപ്പം നമ്മൾ നേരെ തണ്ണിമത്തങ്ങ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. അവിടുന്ന് നമ്മൾ മേടിച്ചില്ലായിരുന്നു. അങ്ങനത്തെ തണ്ണിമത്തങ്ങയൊക്കെ മേടിച്ചു. അപ്പോൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് കടി മേടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന കടയാണ് കടി മേടിക്കാൻ. അപ്പോൾ ഇവിടുന്ന് കടിയൊക്കെ മേടിച്ചു. എല്ലാവർക്കും ഉള്ളത് പ്രത്യേകം മാറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ അതേ ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ മഴ നനഞ്ഞുകൊണ്ട് പോവാണ്. ഇതാണ് നമ്മുടെ ITBP എന്ന് വെച്ചാൽ ഇൻഡോ ബറ്റാലിയൻ പട്ടാളക്കാരുടെ ക്യാമ്പ്. അവിടുന്ന് നേരെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര മഴയായിരുന്നു. കുറേ നേരം പെട്രോൾ പമ്പിൽ കയറി നിന്ന് മഴ തോന്നു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ വണ്ടി എടുത്തു. ആദ്യം പോകുന്നത് അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട്, അണ്ണൻ്റെ വീട്ടിലോട്ടാണ്. അവിടെ ആരുമില്ല. അനിയത്തി മരിച്ചുപോയി. അണ്ണൻ ഗൾഫിലാണ്. പിന്നെ അമ്മ ജോലിക്ക് പോയി, തൊഴിലുറപ്പിന് പോയേക്കുന്ന. അത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പിന്നെ അവിടെ പോയി അവിടെ എല്ലാവരും കണ്ടിട്ട്, അവിടെ ആരുമില്ല, കണ്ട്. ഇത് അനിയത്തിയുടെ മുറിയാണ്. കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. കുറേ നേരം അവിടെ കയറി ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതാണ്. അവിടെ അത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത്തായും അവിടുത്തെ അത്തായും കൂടെ കാര്യം പറച്ചിലും കഴിഞ്ഞാൽ അവിടെ വേറെ ആരും ഇല്ലല്ലോ. അതിന് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ പോയത് നമ്മുടെ സ്വന്തം പള്ളിയിലോട്ടാണ്. അതിനുശേഷം നമ്മൾ അത്താടെ വീട്ടിലോട്ട് പോവുകയാണ്. അത്താടെ വീടിൻ്റെ അടുത്ത് തന്നെ 3 പെങ്ങന്മാരാണ് ഉള്ളത്. 2 പേര് അടുത്തടുത്താണ് താമസിക്കുന്നത്. ബാക്കിയുള്ള ഒരാൾ ദൂരെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ മേട്ടുമ്പുറം പള്ളിയിലോട്ട് പോകുന്ന വഴി എന്നൊക്കെ പറയുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ. ആ പള്ളിയുടെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീടും. അപ്പം നമ്മുടെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ കനാലിൻ്റെ അടുത്ത് തന്നെയാണ്. നമ്മൾ മേട്ടുമ്പുറം പള്ളിയിൽ പോയിട്ടുള്ളവർക്കാണെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഈ കാണുന്ന വീടാണ് നമ്മുടെ നേരെ കാണുന്ന ബിസ്ക്കറ്റ് കളർ പെയിൻ്റ് അടിച്ച വീട്, നമ്മുടെ കുടുംബ വീട്. അവിടെ ഇപ്പോൾ ആരുമില്ല. ഇവിടെ നമ്മുടെ അപ്പച്ചിമാർ 2 പേരാണ് അപ്പുറം ഇപ്പുറവും താമസിക്കുന്നത്. അപ്പോൾ നോയമ്പായതുകൊണ്ട് ആരെയും കാണിക്കാൻ പറ്റത്തില്ല വീഡിയോയ്ക്കകത്ത്. കാരണം നോയമ്പിനൊന്നും ആരും ഫോട്ടോ എടുക്കാറില്ല. പഴയ ആൾക്കാർ അങ്ങനത്തെ ഒരു ഇതിനാണ്. പിന്നെ ഇത് അനിയത്തിയുടെ റൂമാണ്, അപ്പച്ചിയുടെ മോടെ. അവളിപ്പോൾ ഇവിടെ ഇല്ല, അവൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി. പിന്നെ അവിടെ നിന്ന് എല്ലാവർക്കും കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു ചെയ്തു. അധികം നേരം എങ്ങും നിന്നില്ല. അത്താക്ക് പള്ളിയിൽ പോകണമായിരുന്നു നിസ്കരിക്കാനും. ഇവിടാണ് എല്ലാ വണ്ടിയുടെയും പാർട്സുകളെല്ലാം കിട്ടുന്നൊരു സ്ഥലമാണ് ആദിക്കാട്ടുളകര. ഈ ആക്രി സാധനങ്ങൾ കൂടുതലും, പിന്നെ എല്ലാ വണ്ടിയുടെ സാധനങ്ങൾ. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ വന്ന് അമ്മക്ക് കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി കടയിൽ കയറിയതാണ്. ഇവിടെ എല്ലാത്തിനും വിലക്കുറവാണ്. നമ്മൾ പുതിയ ബ്രെഡിനൊക്കെ 45 രൂപയാണ്, ഇവിടെ 35 രൂപയേ ഉള്ളൂ. ഇത് ഹോൾസെയിൽ കടയാണ്, ചാരുമൂട്ടിലെ കാശി എന്നാണ് പറയുന്നതിൻ്റെ പേര്. അതിനുശേഷം ഉമ്മയ്ക്ക് വേണ്ടിയുള്ള ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മൾ കയറിയത്. അതും നമ്മൾ അവിടെ നിന്ന് മേടിച്ച് നമ്മളിനിപ്പോൾ കൊണ്ടുപോയി ഇനി അമ്മയ്ക്കും കൊണ്ട് കൊടുക്കണമല്ലോ എല്ലാം. അതിനുശേഷം നേരെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ നമ്മളോട് ചാരുമൂട്ടിനകത്തുനിന്ന് വലിയ ദൂരമൊന്നുമില്ല. ചാരുമൂട്ടിൽ നിന്ന് VHS സ്കൂളിന് അടുത്താണ്. അതേപോലെ തന്നെ ഷെംഫോർഡ് സ്കൂളിൻ്റെയും VHS സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീടും. അങ്ങനെ നമ്മൾ നമ്മുടെ ഓട്ടപ്പാച്ചിലുകളെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നപ്പോൾ അമ്മ ഇങ്ങനെ വഴി നോക്കി നിൽക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെല്ലൈക്കൺ അമർത്തുക. ബൈ ബൈ.